കണ്ടോ 20 ml ടോണോ ബൂസ്റ്റും 30 ml ലിവർ ടോണിക്കും കൂടി ഏകദേശം 50 ml ആണ് ഈ സാധനം മൊത്തം. ഇതിൽ നമുക്ക് തീറ്റയിൽ വെച്ച് കൊടുക്കട്ടെ. ഞാൻ ഇവന് മാത്രമാണ് ത്രൂ സിറിഞ്ചിൽ കൊടുക്കണം. ഞാൻ മര്യാദയ്ക്ക് ബാക്കിയുള്ളവർക്കൊക്കെ തീറ്റയിലാണ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എളുപ്പമല്ല. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് കേൾക്കണ്ട കരി പോലും പുറത്ത് ചില ദിവസങ്ങളിൽ പോവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ പെട്ടെന്ന് കാണിക്കും. അപ്പോൾ ചെറിയവർ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് കൊടുക്കാറില്ല, ചെറിയവർക്ക് കൈത്തീറ്റയിലാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇവന് മാത്രം നമ്മൾ ത്രൂ സിറിഞ്ചിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. തുടങ്ങി ഇപ്പോൾ നമ്മൾ രണ്ട് നേരമാക്കി കൈത്തീറ്റകളൊക്കെ മാറ്റി തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ട് പൂത്ത് തടി വയ്ക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിൻ്റേതായ ഗൃഹിണി കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ല സപ്ലിമെൻറ്റ്സ് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല കൈത്തീറ്റകൾ കൊടുക്കണം, നല്ല മാതിരി പച്ചപ്പുല്ല് കൊടുക്കണം. അങ്ങനെ 3 കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, പൂത്ത് ചെറുതോ വലുതോ തടി വയ്ക്കാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അത് പറയുമ്പോൾ പേഴ്സണലി എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ എന്താണ് വീഡിയോസ് ഇങ്ങനെ ലാഗ് ആവണം, ഇപ്പോൾ കറക്റ്റ് സമയമല്ല, ഇപ്പോൾ എന്നിട്ടൊക്കെ വീഡിയോസ് ചെയ്താൽ തന്നെ വളർക്കയിലൊക്കെ പുതിയ കർഷകർക്ക് കിട്ടും, അറിവുള്ളവർക്കല്ല പുതിയ കർഷകർക്ക് ഉപകാരപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത്രയും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ തിരക്കായി പോയി. അതുകൊണ്ടാണ് പെരുന്നാളുകൾ അടിച്ചു കയറി ഒന്നിനും നേരില്ലാത്തൊരവസ്ഥ. ശരിയാവും. അപ്പോൾ പിന്നെ പുതിയ പോത്തുംകുട്ടികൾ എടുക്കണ്ടോ എന്ന് ചോദിക്കുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ തിരക്ക് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്കുള്ള പോത്തുംകുട്ടികളെ ഞാൻ ഈ പ്രാവശ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ചന്തയിൽ ഭയങ്കര ലേശം കന്ന് കുറവാണെന്ന് അറിഞ്ഞതുകൊണ്ട് വില കൂടുതൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ചെറുകുട്ടികളെ എടുക്കാനുള്ളൊരു പരിപാടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇതുവരെ മിക്കവാറും ചെറുകുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം എടുക്കും. നമ്മൾ അവന് കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് അതിൻ്റെ സത്യം കേട്ടോ, ദേഷ്യം വരുന്നവന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോത്ത് ഏകദേശം 50,000-നോ 60,000-നോ 70,000-നോ 1 ലക്ഷത്തിനോ 2 ലക്ഷത്തിനോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോത്താണ്. വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോരം കൊടുത്താലും ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ പോത്തിന് ഉരുളണം. പോത്തിന് എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറില്ലാണ്, പോത്ത് എത്ര വലുതാണ് എത്ര ചെറുതാണെന്നല്ല, പോത്ത് ഉരുളുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ബാക്കൊക്കെ ഫില്ലായി നിൽക്കുന്നതിനനുസരിച്ച് വയറ് ഒട്ടാതെ നല്ല ഫില്ലായി നിൽക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിനൊരു കാശും. കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മൾ സപ്ലിമെൻറ്റ്സും ലിവർ ടോണിക്കും കൊടുക്കലാണ്. അപ്പോൾ അതിന് മുമ്പത്തെ കാലമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇപ്രാവശ്യം നമ്മൾ ടോണോ ബൂസ്റ്റ് തന്നെയാണ് സെറ്റാക്കി ചെയ്യുന്നത്. കണ്ടോ, ടോണോ ബൂസ്റ്റ് തന്നെയാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ നമ്പർ ഞാൻ വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ചെറിയൊരു ലാഭം, തീർച്ചയായിട്ടും 1 ലിറ്ററിന് ചെറിയൊരു ലാഭം, അത്യാവശ്യം തിരക്കില്ലാത്തൊരു ലാഭം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വട്ടേ ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്താണ് നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, സപ്ലിമെൻറ്റ്സ് ഞാൻ കൊടുത്തിരുന്ന സപ്ലിമെൻറ്റ്സ് ആദ്യ നാളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ടോണോ ബൂസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര നമ്മുടെ റഷീദൊക്കെയാണ് എനിക്ക് പറഞ്ഞത്, നല്ലൊരു റിസൾട്ടുള്ളൊരു സാധനമാണ്. ഒരിക്കലും നമ്മുടെ ചിലവാക്കുന്ന 1,000 രൂപയിൽ താഴെയുള്ള ആ കാശ് ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല 1 ലിറ്റർ. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് വേറെ എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 2-3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തുടർച്ചയായിട്ട് ഞാൻ വേനൽക്കാലത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. വേനൽക്കാലത്ത് ഗൃഹിണിയുടെ മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ലിവർ ടോണിക്കും സപ്ലിമെൻറ്റ്സും ആദ്യമൊക്കെ ഞാൻ എന്താ പറയുക മിനറൽ മിക്സ് വരുത്തി, ഇപ്പോൾ ന്യൂട്രി മിക്സ്, അഗ്രിമി ഫോർട്ട്, അതുപോലെ തന്നെ കുറാക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പൊടികളാണ് കൊടുക്കുക. അതൊരു കിലോന് ഏകദേശം 200 രൂപ 250 രൂപ റേഞ്ചാണ്. 5 കിലോൻ്റെ അല്ലെങ്കിൽ 4 കിലോൻ്റെ പാക്കറ്റിന് 1000 രൂപയിൽ താഴെ വരുന്നുള്ളൂ. 5 കിലോ അല്ലെങ്കിൽ 4 കിലോ. പക്ഷേ 1000 കോഴിക്ക് അരക്കാടാന്ന് പറയുന്ന മാതിരി ഈ സാധനത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എടുത്തടിച്ച മാതിരത്തെ ഒരു റിസൾട്ടാണ്. അതായത്
ഒരു മാസത്തിൽ താഴെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് മാറ്റം കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു പോത്തുണ്ടല്ലോ, ഇതിനെ കുടന്ന് നമ്മൾ നല്ല മാതിരി ലിവർ ടോണിക്കും ഇതൊക്കെ കൊടുത്തിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൈത്തീറ്റകൾ കുറച്ചു, പുല്ല് പാടത്ത് കൊണ്ടുപോയി കെട്ടി അങ്ങനെ വന്ന് എന്തായി, പിന്നെ പുല്ലെടുക്കാൻ മടി, തീറ്റ എടുക്കാൻ മടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടി. പക്ഷേ ഇപ്പോൾ നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ജനുവരി മാസം വീണ്ടും അവന് ലിവർ ടോണിക് കൊടുത്ത് സെറ്റാക്കി, ടോണോബൂസ്റ്റ് കൊടുത്ത് സെറ്റാക്കി, ഗ്രഹിണിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ലിവർ ടോണിക് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം കേട്ടോ. 20 ml 30 ml 15 ml 10 ml. ടോണോബൂസ്റ്റ് നമുക്ക് 10 ml 20 ml ഒക്കെ തുടർച്ചയായിട്ട് കൊടുക്കാം. പക്ഷെ അതെങ്ങനെ കൊടുക്കുന്നത്, ഞാൻ സിറിഞ്ചിലാണ് കൊടുത്തത്. അത് ചെറിയവർക്ക് സിറിഞ്ചിൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അവരൊരു പൊടിക്കും കൂട്ടാക്കില്ല. അപ്പോൾ നമ്മളത് തീറ്റയിൽ ഒഴിച്ച് അതിന് മുകളിൽ ഇട്ടിട്ട് അതിന് മുകളിൽ ലേശം തവിട് പിണ്ണാക്ക് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക ചെയ്യാം. ലേശം അടിയിൽ തീറ്റ മുകളിൽ തീറ്റ കറക്റ്റാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒഴിച്ചാൽ തീറ്റ ഈ ഒഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് സാധനങ്ങളും താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ മുകളിൽ ഒഴിക്കുന്നത്. അതിന് മുകളിൽ ഒന്നല്ലേ ലേശം തവിടിട്ട് അതിന് മുകളിൽ ഒഴിക്കുക, അപ്പോൾ പിന്നെ താഴത്തേക്ക് പോവില്ല. ചെറിയവർക്ക് ഞാൻ തീറ്റ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒരു സാഹസത്തിന് മുതിരുന്നില്ല. അതായത് തുടർച്ചയായിട്ട് അവരെ മൂക്കോളിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, മൂക്കയർ പിടിക്കാൻ പോയി അവർക്ക് ദേഷ്യം വരും, പേടി വരും, ഒരിക്കലും ഒതുങ്ങാത്തൊരു സെറ്റപ്പ് വരും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത് സെറ്റാക്കിയത് നമ്മുടെ മൈക്രോൻ്റെ ലിവർ ടോണിക്കാണ് കേട്ടോ. അതേ കണ്ടോ, 5 ലിറ്ററാണ് ഇത്. വില എപ്പോഴും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനേക്കാൾ ഒരു ബോട്ടിലുമേ ചെറിയൊരു പൈസ മാറ്റം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ് സെറ്റ് ചെയ്തോ. പിന്നെ നമുക്ക് പണ്ടാറ് റിസൾട്ട് കിട്ടിയ സാധനമാണിത്, ടോണോ ബൂസ്റ്റ്. നമ്മൾ പോത്തിനെ കൊടുന്നൊരു 3 മാസത്തോളമൊക്കെ തുടർച്ചയായിട്ട് ഒരാഴ്ച ഇടവിട്ട് 2 ആഴ്ച ഇടവിട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോൾ നിർത്തി. ഇപ്പോൾ അതായത് വീണ്ടും ജനുവരി തൊട്ടാണ്. ഇനി ചിലപ്പോൾ ഒരു 20 ml വെച്ചിട്ടൊക്കെ തുടർച്ചയായിട്ട് 20 ml വെച്ച് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മാസം ആകെ 600 ml ചിലവുള്ളൂ. അതായത് 500 രൂപയിൽ താഴെ എനിക്കൊരു പോത്തിന് ചിലവുള്ളൂ. അപ്പോൾ വലിയ ചെറിയവർക്കൊന്നും ഞാൻ ചിലപ്പോൾ തുടർച്ചയായിട്ട് കൊടുക്കില്ല, ഒരാഴ്ച കൊടുക്കില്ല. അപ്പോൾ ഒരു 300 ml ഒക്കെ മതിയാവും ചെറിയവർക്ക്. വലിയവന് നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും 20 ml വെച്ച് കൊടുത്തു എന്ന് വരും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 100, 150, 200 രൂപ കൈത്തീറ്റ വരുന്ന പോത്തിനെ സംബന്ധിച്ചിടത്തോളം 6000, 7000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപയിൽ താഴെ, ഇനിയിപ്പോൾ നമ്മൾ തീറ്റ ചിലവ് കൂട്ടും, 10000 രൂപയിൽ താഴെ ഒരു മാസം ഈ ഒരു വലിയ പോത്തിന് തീറ്റ ചിലവ് പിടിക്കണമെങ്കിൽ അതിലൊരു 500 രൂപ ഒരു മാസം എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല. അതായത് എനിക്ക് ഈ ഒരു ബോട്ടിൽ 20 ml വെച്ച് എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ഈ പോത്തിന് 4 മാസത്തേക്ക് 2 ബോട്ടിൽ, അതായത് 2000 രൂപയിൽ താഴെ അല്ലെങ്കിൽ 1800 രൂപ എനിക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാതിരി തീറ്റ എടുക്കും. പിന്നെ ഇവരുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് അവരെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കുറവ്, മിനറൽ മിക്സ് ഉണ്ട്, പ്രോബയോട്ടിക്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അല്ല കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതിന് മാത്രമുള്ള അറിവൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാന്ന് വെച്ചാൽ ഈ സാധനം കൊടുത്ത് നല്ലൊരു റിസൾട്ട്, നല്ലൊരു റിസൾട്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കൊടുത്തതിൻ്റെ അനുഭവത്തിലുണ്ടോ. അതായത് എനിക്ക് ഇവർ ഈ പരസ്യം അല്ലെങ്കിൽ ഈ സാധനം പറയുന്നതിന് പ്രത്യേകിച്ച് കാശും കാര്യങ്ങളൊന്നും തരുന്നില്ല, പെയ്ഡ് വീഡിയോസൊന്നും അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്കത് ഉപകാരമുണ്ട്. കൊടുത്തതിൽ ഒത്തിരി പേര് അതായത് 100 പേര് കൊടുത്ത് 100 പേര് റിസൾട്ട് പറഞ്ഞില്ലെങ്കിലും 90 പേര് റിസൾട്ട് പറഞ്ഞതിൻ്റെ ഒരു അനുഭവം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഉള്ളതാണ്, വെറുതെ പറയണതല്ല. അപ്പോൾ ചിലപ്പോൾ 10 ആൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഈ റിസൾട്ട് കിട്ടുന്നത് ഈ ടോണോ ബൂസ്റ്റ് മാത്രം തീറ്റയിൽ വെച്ച് കൊടുത്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ നോക്കേണ്ടതായ ആദ്യ രീതികളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിന് ഗ്രഹിണിയുടെ മരുന്ന് സെറ്റാക്കി ലിവർ ടോണിക്കൊക്കെ ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു 10 ml 20 ml ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ടോണോ ബൂസ്റ്റ് നിങ്ങൾക്ക് ഒരാഴ്ച ഇടവിട്ട് വേണം ഒരാഴ്ച കൊടുക്കാം. ഡെയിലി കൊടുക്കാം. ചെറിയൊരളവിൽ 10 ml ഡെയിലി ഒക്കെ കൊടുക്കാൻ വെച്ചാൽ ചെറിയ പോത്ത് 10 ml കൊടുത്താൽ മതി കേട്ടോ. അതായത് കണ്ടമാനൊന്നും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ കൊടുത്ത് ആദ്യ പടി. രണ്ടാമത്തെ പടി നല്ല പച്ചപ്പുല്ല് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല പച്ചപ്പുല്ലിൻ്റെ. അപ്പോൾ അതെന്താണ് നല്ല പച്ചപ്പുല്ല് എന്ന് പറയുമ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. മൂന്നാമത് നല്ല കൈത്തീറ്റകൾ. അപ്പോൾ നല്ല കൈത്തീറ്റകൾ എന്ന് വെച്ചാൽ വില കുറവിൻ്റെ കൈത്തീറ്റകളുണ്ട്, വില കൂടുതലിൻ്റെ കൈത്തീറ്റകളുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ജനുവരി മാസം ലാസ്റ്റ് ഫെബ്രുവരി മാസം ഫസ്റ്റോട് കൂടി ഈ 3 കാര്യത്തിനെ കുറിച്ച്. അപ്പോൾ സപ്ലിമെൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ് ബാക്കി 2 കാര്യം പറയാമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഒരു പോത്ത് കയ്യിലുണ്ട്, ഇതിപ്പോൾ ഒരു 1000 രൂപ ചിലവാകും. 1000 രൂപയോ? കുറേ ആളുകൾ വിചാരിക്കും ചേട്ടാ 1000 രൂപയാവും എന്തിനത്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ മിനറൽ മിക്സ് തന്നെ, ഇപ്പോൾ അഗ്രിമിഫോട്ടോ ആയാലും ന്യൂട്രി മിക്സ് ആയാലും അല്ലെ കണ്ടമാന സാധനങ്ങളുണ്ട്, ഒന്നും മോശമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ടോണോ ബൂസ്റ്റ് റഷീദൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ അതിനേക്കാളും മുപ്പാട് നമ്മൾ ചെയ്യുന്ന ലിവർ ടോണിക് കൊടുക്കും, അഗ്രിമിഫോട്ടോ ന്യൂട്രി മിക്സോ കൂറാക്കോ അങ്ങനത്തെ കണ്ടമാന സാധനങ്ങളുണ്ട്. അത് അതിൻ്റെതായ റിസൾട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് എടുത്തടിച്ച മാതിരി ഒരു റിസൾട്ട് വേറൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉള്ളതാ പറയണേ, ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ചിലർ വിചാരിക്കും ഈ സാധനത്തിന്
1 ലിറ്ററിന് 1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ ഒരു 800 രൂപ 900 രൂപ 1000 രൂപ എന്ന് പറയുമ്പോൾ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ വിളിച്ചു ചോദിച്ചോ. പറയുമ്പോൾ മറ്റേ സാധനം 5 കിലോ അല്ലെങ്കിൽ 4 കിലോ 1000 1200 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ കിലോ കണക്കിന് കൂടുതലല്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം ആദ്യപടി അതാണ്. ഗൃഹിണിയുടെ മരുന്ന് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ലിവർ ടോണിക്കൊക്കെ കൊടുക്കുക. ഒന്നല്ലെങ്കിൽ ഒരാഴ്ച ഇടവിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ 10 ദിവസം കൊടുത്ത് 10 ദിവസം കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വരും. ഡെയിലി കൊടുക്കണേ ഡെയിലി കൊടുക്കുക. അപ്പോൾ 10 ml വെച്ച് കൊടുത്താൽ മതി ലിവർ ടോണിക്ക്. അതിലൊരു 15 ml ലിവർ ടോണിക്കും 10 ml ടോണോ ബൂസ്റ്റും. അപ്പോൾ അത് കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പച്ചപ്പുല്ല് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കയറ്റിയിട്ട് കൊടുക്കണമെങ്കിൽ ഏത് വളരാത്ത ചെറിയ പൂത്തും ഒരു പരിധി വരെ അതിൻ്റെ വളർച്ച കാണിച്ചിരിക്കും. അതായത് മെയിനായിട്ട് പൂത്ത് വലിയ വലുതാവും അല്ലെങ്കിൽ ആനമാരും കുതിരമാരിയാവും എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഉള്ള പൂത്തിന് വളരാൻ ഒരു 3-4 മാസം കൊണ്ട് വളരുന്ന ഒരു വലുപ്പത്തിലേക്ക് വരുള്ളൂ. പക്ഷെ നല്ല മാതിരി ഫില്ലിങ് വന്ന് ഉരുണ്ട് കയറി തടിച്ചൊരു വൃത്തിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അതിന് കൈത്തീറ്റ കൊടുക്കുന്നവരാണ്, നല്ല രീതിയിൽ പച്ചപ്പുല്ല് കൊടുക്കുന്നവരാണ് കാശ് ചെറിയ രീതിയിൽ ഒരു 1000 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ലിവർ ടോണിക്കും, അതായത് ലിവർ ടോണിക് ഇപ്പോൾ മൈക്രോ ലീവ് ഉണ്ട്, അതായത് മൈക്രോൻ്റെ സാധനം ഉണ്ട്, LIV52 ഉണ്ട്, ഹിമാലയയുടെ ഉണ്ട്, ടെഫ്രോളിലുണ്ട്, അങ്ങനെ കണ്ടമാന ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് നല്ലതെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടോണോ ബൂസ്റ്റും അതേമാതിരി തന്നെ ഈ സാധനം ടോണോ ബൂസ്റ്റും ഈ മൈക്രോ ലീവും ഈ 2 ഐറ്റംസാണ് ഞാൻ ഒരുമിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇതന്നെ കൊടുക്കാണ്ട് നിങ്ങൾക്ക് LIV52 ഉണ്ട്, അല്ലെങ്കിൽ കൂറാക്കിൻ്റെ പൗഡർ കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഒരു സാധനം കൊടുക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ കൊടുത്തതിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം തൊട്ട് കൊടുത്തതിൽ വെച്ച് മാറ്റാണ്ട് പിടിച്ചിരിക്കുന്നത് ഞാൻ വേറൊരു സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടില്ല. അതായത് ഈ ഒരു സംഭവം മാത്രമാണ് നമ്മുടെ എല്ലാ പൂത്തുകൾക്കും, ചെറിയ പൂത്തുകൾക്ക് ചെറിയ അളവിൽ കൊടുത്തു തുടങ്ങും. വലിയവനാണ് ഇപ്പോൾ ഡെയിലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീറ്റ എടുക്കുന്നതിൽ മാറ്റം വരും. പിന്നെ കൊടുക്കുന്ന തീറ്റ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങും. അതിൻ്റെയൊക്കെ നല്ല നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ വെറുതെ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ട് ഇനിയിപ്പോൾ ലിവർ ടോണിക്ക് അവിടെ വില മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെന്താ പറയുക, അവനവിടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവന് ദേഷ്യം വന്ന് തുടങ്ങുമ്പോൾ നല്ല മാതിരി ദേഷ്യം അവന്. അപ്പോൾ ലിവർ ടോണിക്ക് കിട്ടുന്ന വെച്ചാൽ ലിവർ ടോണിക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മിനറൽ മിക്സ് ചെറിയ പൊടികൾ 1 കിലോനോ 1/2 കിലോനോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇത്രയധികം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ചെറിയ പൂത്ത് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഏകദേശം ഒരു 80 രൂപ 90 രൂപ 1 രൂപയുടെ റേഞ്ചിൽ വരുന്ന പൂത്തുകളാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 4 മാസം ഒരു പൂത്തിന് ഏകദേശം ഒരു 60 രൂപയോളം ചിലവ്, തീറ്റ ചിലവ് പിടിക്കും. 2 നേരം കൊടുക്കുകയാണെങ്കിൽ 60-70 ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു 2000 രൂപ ഒരു മാസം, അതായത് ഒരു 50 രൂപയുടെ 60 രൂപയുടെ റേഞ്ചിലുള്ളതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു 80 രൂപ 90 രൂപ 1 രൂപയുടെ റേഞ്ചിലേക്ക് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂത്താണെങ്കിൽ വില കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അത് ബാക്കി വരുന്ന കാര്യം. അതൊക്കെ തമ്പരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു 70,000 രൂപയ്ക്ക് മേലെയുള്ള പൂത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ 2 നേരം കൈത്തീറ്റ കൊടുക്കണമെങ്കിൽ ഒരു 60 രൂപ തൊട്ട് 80 രൂപ വരെ കൈത്തീറ്റ ചിലവ് വരെ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 60 രൂപ തൊട്ട് 80 രൂപ വരെ കൈത്തീറ്റ ചിലവ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 രൂപ വെച്ച് കൂട്ടുമ്പോൾ തന്നെ 2100 രൂപ 2000 രൂപ നമുക്ക് ഒരു മാസം തീറ്റ ചിലവ് വന്നു. ആ 2000 രൂപയുടെ തീറ്റ ചിലവിലേക്ക് ഒരു മാസം നമുക്ക് ഏകദേശം ഒരു 300 രൂപ 400 രൂപയാണ് ഈ സാധനം ഡെയിലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. 300 രൂപ 400 രൂപ ഇത് 10 ml വെച്ച് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ലിവർ ടോണിക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു 300 രൂപ 400 രൂപ ടോണോ ബൂസ്റ്റും ഒരു 200 രൂപ 300 രൂപ ലിവർ ടോണിക്കും, അതായത് ഒരു 600 രൂപയുടെ റേഞ്ച് അല്ലെങ്കിൽ ഒരു 700 രൂപയിൽ താഴെയാണ് നമുക്ക് ഒരു മാസത്തെ ചിലവ് കൂടുതലായിട്ട് എക്സ്ട്രാ വരുന്നത്. ലിവർ ടോണിക്കിന് 5 ലിറ്ററിന് ഏകദേശം 1000 രൂപയിൽ താഴെ 900 രൂപയുടെ റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 15 ml അല്ലെങ്കിൽ 20 ml ലിവർ ടോണിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ ഒരു 3/4 ലിറ്റർ ലിവർ ടോണിക്ക് എന്ന് പറയുമ്പോൾ 600 രൂപ വരില്ല, ഏകദേശം ഒരു 500 രൂപയിൽ നമ്മുടെ ഒരു മാസത്തെ, അതായത് എല്ലാ ദിവസവും ടോണോ ബൂസ്റ്റും ലിവർ ടോണിക്കും ഒരു 15 ml 20 ml വെച്ച് കൊടുക്കുകയാണെങ്കിൽ 500 രൂപയിൽ താഴെയാണ് നമുക്കൊരു മാസത്തെ ചിലവ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു നല്ലൊരു പോത്തും കൂടി നമ്മുടെ കയ്യിലുണ്ട്, നമുക്കൊരു 60,000 രൂപയുടെ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൈത്തീറ്റയും പച്ചപ്പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 2 മാസം, ആ 2 മാസം മതി. ആ 2 മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെയുള്ള ഒരു മാസം വൃത്തിയായിട്ട് നോക്കുക. ഇപ്പോൾ അടുത്ത മാസം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാനോട് ഒത്തിരി ആളുകളായി ചോദിക്കുന്നത്. ചേട്ടാ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇനിയിപ്പോൾ? അപ്പോൾ ആദ്യഘട്ടമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യഘട്ടം സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പച്ചപ്പുല്ലും കൈത്തീറ്റകളും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരെ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ തീറ്റ എടുക്കലും കൈത്തീറ്റ ഹെവിയാക്കി കൊടുക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.